ഹലോ ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പർവ്യൂ എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർവ്യൂ എന്താണ്, ഹൈപ്പർവ്യൂയുടെ യൂസേജ് എന്താണ്, ഓക്കെ, അഥവാ ഹൈപ്പർവൈസർ എന്താണ്, ഹൈപ്പറിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഹൈപ്പർവൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി അതെന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയാണ്? വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫിസിക്കൽ മെഷീനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സെർവറിനെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ വെർച്വൽ മെഷീനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ഫിസിക്കൽ സെർവറിനെ ഒന്നോ രണ്ടോ വെർച്വൽ മെഷീനാക്കി കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് സംഭവിക്കും? ഒരു മെഷീൻ തന്നെ മൂന്നോ നാലോ മെഷീനാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാർഡ്വെയർ റിസോഴ്സുകൾ, ഓക്കെ, ഒരു കമ്പനിയെ അപേക്ഷിച്ച് ഇപ്പോൾ DHCP സെർവർ, DNS സെർവർ, IIS സെർവർ, അങ്ങനെ AD സെർവർ, മെയിൽ സെർവർ, ഫയൽ സെർവർ, ഡാറ്റാബേസ് സെർവർ, ഇങ്ങനെ ഒരുപാട് സർവീസുകൾ എന്തുണ്ടായിരിക്കും? വെർച്വലൈസേഷൻ എന്ന കൺസെപ്റ്റ് ഇല്ലെങ്കിൽ അതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു കമ്പനീസിൽ വന്നിരിക്കുന്നത്, ഒരുപാട് സർവീസ്. അപ്പോൾ അതിനെന്ത് വേണ്ടി വരും? ഒരുപാട് ഏരിയകൾ വേണ്ടി വരും, ഒത്തിരി സ്പേസ് വേണ്ടി വരും, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ കോംപ്ലിസിറ്റി വരും. എന്തുകൊണ്ട്? എല്ലാ സെർവറിനെയും മാനേജ് ചെയ്യണം, എന്ത് ചെയ്യണം, ഒക്കെ ഡിഫറെൻറ്റ് സൈറ്റിലാവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയകളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതാണ് ഹാർഡ്വെയർ റിസോഴ്സുകൾ റെഡ്യൂസസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ കമ്പനികളിലും ഏത് യൂസ് ചെയ്യുന്നുണ്ട്? വെർച്വലൈസേഷൻ അഥവാ ഹൈപ്പർവൈസർ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർവൈസർ മേജറായിട്ടും 3 കമ്പനികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് മൈക്രോസോഫ്റ്റ്, രണ്ടാമത്തത് VMware, മൂന്നാമത് സിട്രിക്സ്. ഇതാണ് മേജറായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന 3 കമ്പനികൾ. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പർവൈസർ 2 ടൈപ്സ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റ് ബേസ്ഡ് ഹൈപ്പർവൈസറും ബെയർ മെറ്റൽ ഹൈപ്പർവൈസറും. ഇവ തമ്മിലുള്ള ഡിഫറൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റ് ബേസ്ഡ് ഹൈപ്പർവൈസർ എന്ന് പറയുമ്പോൾ ആദ്യം ഹാർഡ്വെയർ വരും, അതിനുശേഷം എന്ത് വരും? OS വരും, അതിനുശേഷം വരുന്നത് ഹൈപ്പർവൈസർ സോഫ്റ്റ്വെയർ വരും, അതിനുശേഷമാണ് എന്ത് VMകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ റിസോഴ്സുകൾ കൂടുതലായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് ഏതിനകത്തായിരിക്കും? ഹോസ്റ്റ് ബേസ്ഡ് OSനകത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ വെർച്വൽ മെഷീനകത്ത് നമുക്ക് എന്ത് ചെയ്യും? ഹാർഡ്വെയർ റിസോഴ്സ് വളരെ കുറച്ചേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ബെയർ മെറ്റലാണ് എന്ത് സംഭവിക്കും? അതിനകത്ത് ആദ്യം വരുന്നത് ഹാർഡ്വെയർ മീൻസ് ഏതെങ്കിലും HP സെർവറോ ഡെൽ സെർവറോ ഇതായിരിക്കും ഹാർഡ്വെയറായിട്ട് പ്ലാറ്റ്ഫോം വരുന്നത്. അതിനുശേഷം വരുന്നത് ഹൈപ്പർവൈസർ OS ആണ്. ഹൈപ്പർവൈസർ OS എന്ന് പറയുമ്പോൾ OS വിത്ത് ഹൈപ്പർവൈസർ. ഓക്കെ, അതിനുശേഷം VM വരും, വെർച്വൽ മെഷീനുകൾ. അപ്പോൾ കൂടുതലായിട്ടും ഹാർഡ്വെയർ റിസോഴ്സുകൾ നമുക്ക് എവിടെ അസ്യൂം ചെയ്യാൻ പറ്റും? ബെയർ മെറ്റൽ ഹൈപ്പർവൈസറിനകത്ത് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ ഏതൊക്കെയാണ്, അതിന് ഹോസ്റ്റ് ബേസ്ഡ് ഹൈപ്പർവൈസർ ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിലെ പാർട്ട് 1 എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹൈപ്പർവ്യൂ. ഞാൻ പറയാൻ പോകുന്നത് ഏതിനെ പറ്റിയായിരുന്നു? ഹൈപ്പർവ്യൂ ആയിരുന്നു. മൈക്രോസോഫ്റ്റിനകത്ത് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈപ്പർവൈസറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈപ്പർവ്യൂ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർവ്യൂ എവിടെ വരുന്നതാണ്? ബെയർ മെറ്റൽ ഹൈപ്പർവൈസറാണ്. അത് ആ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഏത്? ബെയർ മെറ്റൽ ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. അതായത് OSന് കൂടെ ബിൽറ്റിനായിട്ട് വരുന്ന ഹൈപ്പർവൈസർ. OSന് കൂടെ ബിൽറ്റിനായിട്ട് വരുന്ന ഹൈപ്പർവൈസർ. അത് ഈ ഹൈപ്പർവൈസർ വിൻഡോസ് 8 മുതൽ, ഓക്കെ, വിൻഡോസ് 8 മുതലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. വിൻഡോസ് 7ൻ്റെ അകത്തോ അതുപോലെ തന്നെ XPയോ 2003യോ ഇതിനകത്തൊന്നും ഏതില്ല? ഹൈപ്പർവൈസർ ഇല്ല. വിൻഡോസ് 8 മുതൽ പിന്നീട് അങ്ങോട്ട് വന്നിരിക്കുന്ന വിൻഡോസ് 8, വിൻഡോസ് 8.1, വിൻഡോസ് 10, 2008 R2, then 2012, then 2016. ഓക്കെ, എന്ന സെർവറും എന്ന ക്ലയൻറ്റിലൊക്കെ എന്ത് ചെയ്യാം? ഇപ്പോൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഹൈപ്പർവ്യൂ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹൈപ്പർവ്യൂ OSൻ്റെ കൂടെ ബിൽറ്റിനായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻസാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയാണ് ഹൈപ്പർവ്യൂ ഇൻസ്റ്റലേഷൻ ചെയ്യുക? അപ്പോൾ ഹൈപ്പർവ്യൂ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ അതിനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി വെച്ചേക്കുക. ഹൈപ്പർവ്യൂ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഹാർഡ്വെയർ സപ്പോർട്ടായിരിക്കണം. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ പ്രൊസസ്സർ വെർച്വലൈസേഷൻ ടെക്നോളജി
സപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മദർ ബോർഡ് എന്ത് ചെയ്യണം, വെർച്വലൈസേഷൻ ടെക്നോളജി എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ വെർച്വലൈസേഷൻ ടെക്നോളജി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈപ്പർ-വി ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് VM-കൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? ആദ്യം പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ മേജറായിട്ടും ഇൻ്റലിൻ്റെയും AMD പ്രൊസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റലിൻ്റെ Core i3 മേജറായും ഇൻ്റലിൻ്റെ Core i3, Core i5, Core i7 എന്നതിലേക്ക് Core i7 എന്നതിലേക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർ-വി സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ AMDയുടെ അത്ലോൺ മുതൽ, ഓക്കെ, AMDയുടെ അത്ലോൺ മുതൽ പിന്നെ വന്നിരിക്കുന്ന അതിന് ശേഷം വന്നിരിക്കുന്ന മറ്റേ പ്രൊസസ്സറുകൾക്ക് ഏത് സപ്പോർട്ട് ചെയ്യും, വെർച്വലൈസേഷൻ ടെക്നോളജി സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ മദർ ബോർഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈപ്പർ-വി അല്ലെങ്കിൽ ഏത് ഹൈപ്പർവൈസറും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പർ-വി മാത്രമല്ല, VMware അതുപോലെ തന്നെ സിട്രിക്സ് ഏത് ഹൈപ്പർവൈസറും നമ്മൾ ഹോസ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ പോലും അതുപോലെ തന്നെ ബെയർ മെറ്റൽ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെർച്വലൈസേഷൻ ടെക്നോളജി എനേബിൾ ചെയ്യണം. അത് നിങ്ങൾ ബയോസിനകത്ത് പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, എനേബിൾ ചെയ്യാൻ. ബയോസ് എങ്ങനെ ഓപ്പൺ ചെയ്യുക, ബയോസ് ഓപ്പൺ ചെയ്ത് ലാപ്ടോപ്പിനകത്തും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിനകത്തും, ലാപ്ടോപ്പിനകത്തും ഡെസ്ക്ടോപ്പിനകത്തും ഡിഫറെൻറ്റ് കീകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാപ്ടോപ്പിനകത്ത് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് എസ്കേപ്പ് ഓർ F10 എന്നാണ്. എന്നാൽ ഡെസ്ക്ടോപ്പിനകത്ത് ഡെൽ ഓർ F2 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽ ഓർ F2 ആ കീ യൂസ് ചെയ്തിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഡെൽ ഓർ F2 പ്രസ് ചെയ്യുക. അതിനുശേഷം ബയോസിൽ കയറുക. ബയോസിനകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തുണ്ടായിരിക്കും, ഓപ്ഷൻസ് പറയുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യും, ജനറൽ, ബൂട്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് കാണാം ബയോസിനകത്ത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും നോർമലായിട്ട് വരുന്നത് അഡ്വാൻസ്ഡിനകത്ത് ഇൻ്റഗ്രേറ്റഡ് പെരിഫറൽസോ അല്ലെങ്കിൽ സൗത്ത് ബ്രിഡ്ജ്, നോർത്ത് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഓൺബോർഡ് ഡിവൈസസ് ഇതിനകത്ത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്താൽ എവിടെ കാണാൻ പറ്റും, വെർച്വലൈസേഷൻ ടെക്നോളജി കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യും, ഇൻഫോർമേഷൻ എന്ന ടൈം കാണാം, അല്ലെങ്കിൽ എന്ത് സമയം സിസ്റ്റം ഇൻഫോർമേഷൻ, ഇങ്ങനെ. അതായത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ആ ബയോസിൻ്റെ ഏതെങ്കിലും ടാബിനകത്ത് ഏതുണ്ടായിരിക്കും, VT എന്ന് കാണാം. VT മീൻസ് വെർച്വലൈസേഷൻ ടെക്നോളജി. അത് ബൈ ഡിഫോൾട്ട് ഡിസേബിൾ ആയിരിക്കും. അത് എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്തിട്ട് F10 പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, OSനകത്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഹൈപ്പർ-വി ആണ്. ഹൈപ്പർ-വി എന്ന് പറയുന്നത് എൻ്റെ OS എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഏതാണ് സിസ്റ്റം എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Windows 8.1 ആണ്. അപ്പോൾ Windows 8.1നകത്ത് ബൈ ഡിഫാൾട്ട് ഏത് സർവീസസ് അല്ലെങ്കിൽ ഏത് ഫീച്ചേഴ്സ് എനേബിളാണ്, ഹൈപ്പർ-വി എനേബിളാണ്. നമുക്ക് അഡീഷണലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് അത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് കാണിക്കാം, വീണ്ടും ശ്രദ്ധിക്കുക. സെലക്ട് സ്റ്റാർട്ട് ബട്ടൺ, റൈറ്റ് ക്ലിക്ക്, കൺട്രോൾ പാനൽ, സെലക്ട് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ്. അതിനുശേഷം സെലക്ട് ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ്. ഓക്കെ, ഇവിടെ ബൈ ഡിഫാൾട്ട് അൺചെക്ക് ആയിരിക്കും, അതായത് ടിക്ക് ഉണ്ടാവില്ല. നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ടിക്ക് കൊടുത്തേക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്തേക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ടിക്കായിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഹൈപ്പർ-വി ഇതിനകത്ത് ഈ Windows 8.1 എന്ന OSനകത്ത് ഹൈപ്പർ-വി ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഹൈപ്പർ-വിൻ്റെ അകത്ത് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഹൈപ്പർ-വി ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഹൈപ്പർ-വി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. കീബോർഡിൻ്റെ അകത്തുള്ള സ്റ്റാർട്ട് ബട്ടണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൗസ് കൊണ്ടോ എന്ത് ചെയ്യുക, ആ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, ഹൈപ്പർവൈസർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഹൈപ്പർവൈസർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുമ്പോൾ ഹൈപ്പർ-വി മാനേജർ. ഓക്കെ, നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുക, ഹൈപ്പർ-വി മാനേജർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹൈപ്പർ-വി മാനേജർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെയിമിലാണ് എന്ത് സംഭവിക്കുക, ഹൈപ്പർ-വി മാനേജർ ചെയ്യുന്നത്. ഇതാണ് NIS ആണ് നമ്മുടെ കമ്പ്യൂട്ടർ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. NIC നമ്മുടെ കമ്പ്യൂട്ടർ നെയിമിൻ്റെ പേരെന്താണെന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്, സിസ്റ്റം എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണിക്കും, NIS ദിസ് കമ്പ്യൂട്ടർ നെയിം. ഓക്കെ,
അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നെയിമിലാണ് ആ ഹൈപ്പർ വി അറിയപ്പെടുന്നത്. അതാണ് ഹൈപ്പർ വി മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് VM വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് നോക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫിസിക്കൽ മെഷീൻ്റെ അല്ലെങ്കിൽ ആ ഫിസിക്കൽ സെർവറിൻ്റെ ഹാർഡ്വെയറാണ് എവിടെ യൂസ് ചെയ്യുന്നത്, വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെർച്വൽ മെഷീൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് എന്താണ്, ഒരു മെഷീൻ തന്നെ ഒരു CPU ആണ്. അപ്പോൾ ആ ഓരോ വെർച്വൽ മെഷീൻ എന്ത് സംഭവിക്കും, ഇതിനകത്ത് എത്ര ക്രിയേറ്റ് ചെയ്യുന്ന വെർച്വൽ മെഷീൻ, ആ വെർച്വൽ മെഷീൻ സെപ്പറേറ്റ് ഹാർഡ് ഡിസ്ക് ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് എന്തുണ്ടായിരിക്കും, CD-ROM ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റർ ഉണ്ടായിരിക്കും, അത് സെപ്പറേറ്റ് പ്രോസസ്സർ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് എല്ലാ സംഭവങ്ങളും സെപ്പറേറ്റുകളായിരിക്കും. അത് സെപ്പറേറ്റ് CPU ആണ്. പക്ഷേ എന്താണ്, അത് വെർച്വൽ എന്നാണ് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അത് എവിടെ നിന്നാണ് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ഫിസിക്കൽ മെഷീനകത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് പിന്നെന്ത് ചെയ്യില്ല, അത് ഫിസിക്കൽ എന്ത് ചെയ്യും, അത് ഫിസിക്കൽ സെർവറിന് എന്ത് ചെയ്യും, അത് എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആ ഷെയർ ചെയ്ത ഭാഗം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, എന്തുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പല രൂപത്തിൽ ഷെയറിങ് കൺസെപ്റ്റുകളുണ്ട്. എങ്ങനെയാണ് റിസോഴ്സുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. സെലക്ട് നമ്മുടെ കമ്പ്യൂട്ടർ നെയിം, അതായത് NIS, റൈറ്റ് ക്ലിക്ക് ന്യൂ വെർച്വൽ മെഷീൻ. ഓക്കെ, ദിസ് സെലക്ട് കമ്പ്യൂട്ടർ നെയിം, റൈറ്റ് ക്ലിക്ക് ന്യൂ, ദെൻ സെലക്ട് വെർച്വൽ മെഷീൻ. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യും, ബിഫോർ യു ബിഗിനുണ്ടായിരിക്കും. നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് കുറച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സ്പെസിഫൈ നെയിം ആൻഡ് ലൊക്കേഷൻ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, വെർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെഷീൻ നെയിം കൊടുത്തേക്കാം. ഞാൻ ഇവിടെ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് Node 1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെയിം കൊടുക്കാം, അത് നിങ്ങളെ ഐഡിക്ക് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റോർ ദ വെർച്വൽ മെഷീൻ ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. ഓക്കെ, ബൈ ഡിഫോൾട്ട് നമ്മുടെ വെർച്വൽ മെഷീൻ്റെ ലൊക്കേഷൻ, അതായത് നമ്മുടെ ഈ വെർച്വൽ മെഷീൻ്റെ ഹാർഡ്വെയറിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ ലൊക്കേഷൻസ് പോകുന്നത് C ഡ്രൈവിലോട്ടാണ്. CD പ്രോഗ്രാം ഡാറ്റ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഹൈപ്പർ വി എന്നതിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ റിയൽ ടൈം ഒരു കാരണവശാലും C ഡ്രൈവിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ വെർച്വൽ മെഷീൻ്റെ പാത്ത് കോൺഫിഗറേഷൻ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്, OS നഷ്ടപ്പെടുകയാണെങ്കിൽ. എന്തുകൊണ്ട്, നമ്മൾ C ഡ്രൈവിലായിരിക്കും OS വന്നിരിക്കുക. OS നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും, ഏതും കൂടി അതിൻ്റെ കൂടെ എന്തായി പോകും, നമ്മൾ വെർച്വൽ മെഷീൻ കൂടെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റിയൽ ടൈം എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് ലൊക്കേഷൻ ആയിരിക്കണം. ഡിഫറെൻറ്റ് ലൊക്കേഷൻ മീൻസ് നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രൈവിലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോറേജിലോട്ട് ആയിരിക്കണം. ഓക്കെ, എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. നേരെ എന്ത് ചെയ്യുക, സ്റ്റോറിന് വെർച്വൽ മെഷീൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചൂസ് എനി ഡ്രൈവ്, C ഡ്രൈവ് ഒഴികെ ബാക്കി ഏത് ഡ്രൈവ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഡീനകത്ത് കപ്പാസിറ്റി എത്രയും നോക്കണം. ഓക്കെ, വന്നിരിക്കുന്നത് ഓക്കെ 59 GB ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, D ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ D ഡ്രൈവിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്താ VM4 എന്ന് കൊടുത്തേക്കുക. എന്തും കൊടുക്കാം, വെർച്വൽ മെഷീൻ 4 എന്നുള്ള എന്ത് പേരും കൊടുക്കാം, അതിന് നോ പ്രോബ്ലംസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സെലക്ട് ഫോൾഡർ. ഓക്കെ, ഇപ്പോൾ ലൊക്കേഷൻ നോക്ക്, Dയിൽ എന്ത് ചെയ്യണം, VM4 എന്നുള്ള ഡ്രൈവിൽ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതിൻ്റെ സ്പേസാണ് എടുക്കുക, ഏത് ഡ്രൈവാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഡ്രൈവിൻ്റെ സൈസാണ് ഏതിൻ്റെ സ്റ്റോറേജായിട്ട് മാറുന്നത്, വെർച്വൽ മെഷീൻ്റെ സ്റ്റോറേജായിട്ട് മാറുന്നത്. ഓക്കെ, ആ ഡ്രൈവിൻ്റെ സൈസാണ് വെർച്വൽ മെഷീൻ ഹാർഡ് ഡിസ്കായിട്ട് മാറുന്നത്, ശ്രദ്ധിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തേക്കുക, നെക്സ്റ്റ് കൊടുത്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ 2 ഓപ്ഷൻസ് കാണാം, ജനറേഷൻ 1 ആൻഡ് ജനറേഷൻ 2. ഇതിൻ്റെ ഡിഫറൻറ്റ് എന്നാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ജനറേഷൻ 1 എന്ന് പറയുമ്പോൾ ഓൾഡർ OSകൾ. ഓക്കെ, ഓൾഡർ OS എന്ന് പറയുമ്പോൾ XP, വിസ്റ്റ, വിൻഡോസ് 7, ഓക്കെ 2003 സെർവർ എന്നൊക്കെ എന്നാണ് നമ്മൾ VMനകത്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏത് സെലക്ട് ചെയ്യും, ജനറേഷൻ 1 എന്ന് ചൂസ് ചെയ്യണം. ഇനി ജനറേഷൻ 2നകത്ത് വരുന്ന ഏതൊക്കെയാണ്, ലേറ്റസ്റ്റ് OS എന്ന് പറയും വിൻഡോസ് 8 മുതൽ അങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ OSും എന്താണ്, വിൻഡോസ് 8 ആണ്, അല്ല മറ്റേ ഏതാണ് ലേറ്റസ്റ്റ് OSകളാണ്. അപ്പോൾ നമ്മൾ വിൻഡോസ് 8 64-bit OSും ആയിരിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. 64-bit OS ആണെങ്കിൽ വിൻഡോസ് 8 അതുപോലെ 2012 2008 R2 അതുപോലെ തന്നെ വിൻഡോസ് 10 2016 ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ വെർച്വൽ മെഷീൻ, ഇതാണ് നമ്മൾ VM ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഈ ലേറ്റസ്റ്റ് OSകളാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ VMനകത്ത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജനറേഷൻ 2 എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വിൻഡോസ് 7 ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് ഇവിടെ ഏത് സെലക്ട് ചെയ്യുക, ജനറേഷൻ 1 എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് കൊടുത്തേക്കുക, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പ് മെമ്മറി എന്ന് കാണാം. സ്റ്റാർട്ടപ്പ് മെമ്മറി എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്
ഒരു VM വെർച്വൽ മെഷീൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മസ്റ്റായിട്ടും 512 മിനിമം അല്ലെങ്കിൽ 512 MB മിനിമം കൊടുത്തേക്കണം. അതാണ് സ്റ്റാർട്ടപ്പ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റാർട്ടപ്പ് മെമ്മറി നമ്മൾ മിനിമം കൊടുത്തിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ വെർച്വൽ മെഷീൻ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ അതിന് പിന്നെ നമ്മൾ അതിനകത്ത് ആപ്ലിക്കേഷൻ അത് OS വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ OSന് വേറെ എന്ത് ചെയ്യും? അസൈൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, മിനിമം 512 കൊടുത്തേക്കണം. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഓരോ OSൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് ഓരോ OSൻ്റെ റിക്വയർമെൻറ്റ് Windows 7ൻ്റെ റിക്വയർമെൻറ്റ്സ് വേണം, ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. അത് മിനിമം ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ്, അതുതന്നെ Windows 8ൻ്റെ മിനിമം ഹാർഡ്വെയർ എന്ത് ഇൻസ്റ്റലേഷൻ റിക്വയർമെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 2016 പുതിയ വേർഷൻസാണ് വിൻഡോസ് സെർവർ 2016 എന്ന് പറയുന്നത്. വിൻഡോസ് 10ൻ്റെ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം? റിക്വയർമെൻറ്റ്സ്, അതായത് ഇൻസ്റ്റലേഷൻ ചെയ്യാനുള്ള റിക്വയർമെൻറ്റ്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് എത്ര റാമിൻ്റെ കപ്പാസിറ്റി വേണം, അതുപോലെ തന്നെ 1 GB മതിയോ അതോ 2 GB മതിയോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏത് യൂസ് ചെയ്യുകയാണ്? യൂസ് ഡൈനാമിക് മെമ്മറി ഫോർ ദിസ് വെർച്വൽ മെഷീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഫിസിക്കൽ മെഷീൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി 512 MB എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആ OS വർക്ക് ചെയ്യാനുള്ള റാം എന്ത് ചെയ്യും? നമ്മൾ ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഷെയർ ചെയ്തോളൂ. നമ്മൾ അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ എന്ത് കൊടുക്കുന്നതാണ്? യൂസ് ഡൈനാമിക് മെമ്മറി ഫോർ ദിസ് വെർച്വൽ മെഷീൻ കൊടുത്താൽ മതി. എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഫിസിക്കൽ റാമിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും? അതിനാവശ്യമുള്ള ആ OS വർക്ക് ചെയ്യാനുള്ള ആവശ്യമുള്ള എന്ത് ചെയ്യും? റാം എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? എടുത്തുകൊള്ളൂ. എന്നാൽ ഇവിടെ ഞാനിത് ടിക്ക് ചെയ്തില്ല. എന്നിട്ട് ഇവിടെ എന്താ ഞാൻ കൊടുക്കുന്നത്? ഇവിടെ ഒരു 1 GB ഞാൻ 1024 MB എന്ന് കൊടുത്തു, അതായത് 1 GB കൊടുത്തു. എന്താ സംഭവിക്കുക? 1 GB കഴിയുന്നതിന് ശേഷം ഓക്കെ ഒരു OS വർക്ക് ചെയ്തു. അതിനുശേഷം 1 GB നമ്മൾ ആ OS യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 GB ആ OS യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് പറയുമ്പോൾ 1 GB കഴിയുന്നതിന് ശേഷം എന്തെങ്കിലും ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റാമിൻ്റെ സ്പേസ് വേണം. അപ്പോൾ എന്താ ചോദിക്കുക? നമ്മളോട് ആപ്ലിക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ മെമ്മറി എന്താണ് കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? 1 GB ഓൾറെഡി OSന് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള എന്തില്ല? കപ്പാസിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? അപ്പോൾ അത് ഫിക്സഡ് ആണ്. ഏത്? നമ്മളിവിടെ ഈ യൂസ് ഡൈനാമിക് മെമ്മറി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ആ 1 GB ഫിക്സഡ് ആയിരിക്കും. പിന്നെ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ആ 1 GB ഫിക്സഡ് ആയതുകൊണ്ട് അത് ഒരിക്കലും എവിടുന്ന് വെർച്വൽ നമ്മളെ ഫിസിക്കൽ മെഷീൻ്റെ അകത്തു നിന്നുള്ള റാം ഷെയർ ചെയ്യത്തില്ല. ഓക്കെ, അത് ഫിക്സഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഏത് കൊടുത്താൽ മതി? യൂസ് ഡൈനാമിക് മെമ്മറി ഫോർ ദിസ് വെർച്വൽ മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ വെർച്വൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മളെ ഫിസിക്കൽ അതിനാവശ്യമുള്ള മെമ്മറി ഫിസിക്കൽ സെർവർ എന്ത് ചെയ്യും? ഷെയർ ചെയ്തോളും. ഓക്കെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഫിസിക്കൽ സെർവറും അതുപോലെ തന്നെ വെർച്വൽ മെഷീനും രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് ഷെയർ ചെയ്തെടുക്കുള്ളൂ. ഓക്കെ, വെർച്വൽ മെഷീൻ ഓഫ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ ഫിസിക്കൽ റാം ഫുള്ളായിട്ടും എന്ത് ചെയ്യാം? നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് യൂസ് ഡൈനാമിക് മെമ്മറി ഫോർ ദി വെർച്വൽ മെഷീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് കോൺഫിഗറിംഗ് നെറ്റ്വർക്കിംഗ് ആണ്. കോൺഫിഗർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് വെർച്വൽ സ്വിച്ചോട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. വെർച്വൽ സ്വിച്ചോട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ വെർച്വൽ സ്വിച്ച് കോൺഫിഗറേഷൻ ചെയ്യുന്നൊന്നുമില്ല. അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം? എങ്ങനെയാണ് വെർച്വൽ സ്വിച്ച് കോൺഫിഗറേഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ വെർച്വൽ സ്വിച്ചിലേക്ക് എങ്ങനെയാണ് വെർച്വൽ മെഷീൻ കണക്ട് ചെയ്യുന്നതും എന്ന് കാണിക്കാം. ഓക്കെ, ഈ വെർച്വൽ സ്വിച്ച് എന്ന് പറയുമ്പോൾ 3 സ്വിച്ച് ഉണ്ട്. പ്രൈവറ്റ് വെർച്വൽ സ്വിച്ച് ഉണ്ട്, പ്രൈവറ്റ് സ്വിച്ച് ഉണ്ട്, എക്സ്റ്റേണൽ സ്വിച്ച് ഉണ്ട്, ഇന്റേണൽ സ്വിച്ച് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് പ്രൈവറ്റ് സ്വിച്ച്, എന്താണ് ഇന്റേണൽ സ്വിച്ച്, എന്താണ് എക്സ്റ്റേണൽ സ്വിച്ച് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാതെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് VM ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കണം. ദിസ് നെക്സ്റ്റ് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞതിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നതിനകത്തുള്ള നമ്മളുടെ കമ്പ്യൂട്ടർ നെയിം എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതും സ്റ്റോറേജിൻ്റെ ലൊക്കേഷൻ അതുപോലെ തന്നെ ഇവിടെ എത്ര കാണുന്നുണ്ട്? 127. ഓക്കെ, പക്ഷേ എൻ്റെ ഇത് മാക്സിമം ഈ നമ്മൾ ഹൈപ്പർ-വി മാക്സിമം എത്ര സപ്പോർട്ട് ചെയ്യും? 64 TB എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും. അത്രയും ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയുന്നത് ഈ വെർച്വൽ ഹാർഡ് ഡിസ്ക് 3 മെത്തേഡ് ഉണ്ട്. ഓക്കെ, 3 മെത്തേഡ് അല്ലെങ്കിൽ എന്ത് മേജറായിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്ന് ഫിക്സ്ഡ് ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ ഡൈനാമിക് ഹാർഡ് ഡിസ്ക്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാമിൻ്റെ കൺസെപ്റ്റ് പോലെ തന്നെ ഫിക്സ്ഡ് റാമുണ്ട്, ഡൈനാമിക് റാമുണ്ട്. ഫിക്സ്ഡ് റാം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഫിക്സ് ആയിട്ട് അതിന് വയ്ക്കും. അത് എന്ത് ചെയ്യും? പിന്നെ ഒരിക്കലും എന്ത് യൂസ് ചെയ്യത്തില്ല? ഫിക്സ്ഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഓട്ടോമാറ്റിക്കലി എക്സ്പാൻഷൻ ആവില്ല. ഓക്കെ, അതേപോലെ തന്നെ ഫിക്സ്ഡ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഡൈനാമിക് ഹാർഡ് ഡിസ്ക് ഉണ്ട്.
അപ്പോൾ ഫിക്സഡ് ഹാർഡ് ഡിസ്ക്കാണ് എന്ത് ചെയ്യും, നമ്മൾ ഒരു 10 GB കൊടുത്തു കഴിഞ്ഞാൽ ആ 10 GB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 GB ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യില്ല, വെർച്വൽ മെഷീൻ്റെ ഹാർഡ് ഡിസ്കിന് എന്ത് ചെയ്യില്ല, അത് എക്സ്പാൻഷൻ ഷെയർ ചെയ്യില്ല. ആ 10 GB കഴിഞ്ഞാൽ പിന്നെ 10 GB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും അതിനകത്തുള്ള പഴയ ഡാറ്റകളൊക്കെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നൊരു മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഹൈപ്പർ-V ബൈ ഡിഫോൾട്ട് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഡൈനാമിക് ഹാർഡ് ഡിസ്ക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 127 കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. എന്തുകൊണ്ടാണ് അതിനാവശ്യമുള്ള ആ OS വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സൈസ് എന്ത് ചെയ്യുള്ളൂ, അത് ബൈ ഡിഫോൾട്ട് എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇപ്പോൾ ഞാനിവിടെ ഒരു 10 GB കൊടുത്താലും എന്ത് സംഭവിക്കും, കുഴപ്പമൊന്നുമില്ല. എന്ത് സംഭവിക്കും, 10 GB ഫില്ലായാൽ എന്ത് സംഭവിക്കും, ഫിസിക്കൽ മെഷീൻ എന്ത് ചെയ്യും, അടുത്ത എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഷെയർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 127 തന്നെ കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് വെർച്വൽ ഹാർഡ് ഡിസ്ക്കും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് വെർച്വൽ ഹാർഡ് ഡിസ്കിൽ ഏറ്റവും നല്ല കൺസെപ്റ്റൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ദെൻ അടുത്ത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുത്തേക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻസാണ് ഇൻസ്റ്റലേഷൻ ഓപ്ഷൻസ്. ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ VM1 ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. ആ മെഷീനകത്ത് ഏത് OS ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്നുള്ളത് ആ വെർച്വൽ മെഷീനകത്ത് ഏത് OS ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും, ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഏത് അസൈൻ ചെയ്യുന്നില്ല, നമ്മൾ OS ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ എന്ത് സംഭവിക്കുന്നത്, CPU മാത്രം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്ക് OS-ന് ഇമേജ് കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടെ തന്നെ എന്ത് ചെയ്യും, OS-ഉം ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഏത് കൊടുത്തേക്കുക, ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം എ ബൂട്ടബിൾ CD or DVD-ROM എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇമേജ് ഫയൽ ഇല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ISO ഫയൽ ഇല്ലെങ്കിൽ, OS-ൻ്റെ ISO ഫയലോ അല്ലെങ്കിൽ OS-ൻ്റെ ഇമേജ് ഫയലോ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ റൈറ്റ് ചെയ്ത OS-ൻ്റെ CD ഉണ്ടെങ്കിൽ അത് നേരെ നമ്മളെ CD ഡ്രൈവിലേക്ക് എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏത് ചൂസ് ചെയ്യുക, ഫിസിക്കൽ CD ഡ്രൈവ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഇമേജ് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ OS-ൻ്റെയും ഫയൽ ISO ഫയലായിരിക്കും, ഇമേജ് ഫയലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജ് ഫയൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണ്, ഇമേജ് ഫയൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എന്താണ് ഇമേജ് ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ എല്ലാ OS-ൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പൈറേറ്റഡ് വോയിസുകൾ കിട്ടും, അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, ട്രയൽ വേർഷൻ വോയിസുകൾ കിട്ടും, എല്ലാം കിട്ടും. ഓക്കെ, ലേറ്റസ്റ്റ് വോയിസുകളെല്ലാം, ടെക്നിക്കൽ പ്രിവ്യൂകളെല്ലാം കിട്ടും. എല്ലാം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറ്റേ OS ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇമേജ് ഫയൽ എങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇമേജ് ഫയൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരെ CD ഡ്രൈവ് എന്ത് ചെയ്യുക, CD ഡ്രൈവിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇമേജ് ഫയൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഇമേജ് ഫയൽ കാണിക്കുകയാണ്. ബ്രൗസ് ചെയ്തിട്ട് ഞാൻ ഇമേജ് ഫയൽ ഡെസ്ക്ടോപ്പിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, Windows 7 ലേറ്റസ്റ്റ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ISO ഫയൽ, Windows 7 ISO ഫയൽ എന്ത് സെലക്ട് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ എന്ന് കൊടുത്തു. ഓക്കെ, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇമേജ് ഞാൻ എന്ത് ചെയ്തു, OS സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എന്ത് കൊടുത്തേക്കുക, നെക്സ്റ്റ് എന്ന് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളവിടെ ഫിനിഷ് എന്ന് കൊടുക്കുമ്പോൾ ഇതിനാവശ്യമുള്ള ഹാർഡ് ഡിസ്ക്, CD ഡ്രൈവ്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡാപ്റ്റർ, അതുപോലെ തന്നെ പ്രൊസസ്സർ, RAM എല്ലാം എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവുമെന്ന് കാണാം. ഫിനിഷ് എന്ന് കൊടുക്കുമ്പോൾ വേണ്ട, ഇവിടെ കാണുന്നത് കോൺഫിഗറിങ്, അതുപോലെ തന്നെ ഐസ്കസ് ക്രിയേറ്റ് ഡിസ്ക്, ദെൻ എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്തു. ഓക്കെ, വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് എന്ത് ചെയ്യണം, OS ഇൻസ്റ്റലേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ OS കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ആ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, എന്ത് ചെയ്യുക, ഇവിടെ കണക്റ്റ് എന്ന് കൊടുത്തേക്കുക, കണക്റ്റ്. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, ടേൺ ഓൺ എന്നുള്ളൊരു സിമ്പിൾ കാണാം, എന്ത് ചെയ്യുക, അത് ഓൺ ചെയ്യുക, അത് സ്റ്റാർട്ട് എന്ന് കൊടുത്തേക്കുക, ടേൺ ഓൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ടാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഓൺ ചെയ്യുക, മെഷീൻ എന്ത് ചെയ്യുക, വെർച്വൽ മെഷീൻ ഓൺ ചെയ്യുക. സാധാരണ നോർമലി PC ഓൺ ചെയ്യുന്ന പോലെ തന്നെ ഇതെന്ത് ചെയ്യണം, ഓൺ ചെയ്യുക. ഓക്കെ, ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എവിടുന്ന് ബൂട്ട് ചെയ്ത് കയറും, നമ്മുടെ CD നമ്മൾ ആ ഇമേജ് ഫയൽ കാണിക്കുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, ബൂട്ട് ചെയ്ത് കയറും. അപ്പോൾ OS ഇല്ല, ഇനി OS നമ്മൾ ലോഡ് ചെയ്യണം. അപ്പോൾ OS ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ എന്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഏത് കാണിക്കുന്നുണ്ട്, ഇമേജ് ഫയൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ബൂട്ട് ചെയ്ത് കയറും. ഇനി അതെല്ലാം എന്ത് ചെയ്യും, CD എന്ന് കാണിക്കണം, CD ഇവിടെ എന്ത് കാണിക്കും, ബൂട്ട് ഫ്രം CD എന്നുള്ള സംഭവം കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് തുടങ്ങി. സോ അത് നോർമലി എങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഇനി ഒരു സംഭവമില്ല, Windows 7 എങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഓൾറെഡി അറിയുന്നവർ എന്ത് ചെയ്യാം, ഒന്നുകൂടി ശ്രദ്ധിക്കുക, അറിയാത്തവർ എന്ത് ചെയ്യുക, അത് വീണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ
രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണ് സാധാരണ ഇനി ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ വിൻഡോസ് 7ഉം വിൻഡോസ് 8ഉം വിസ്റ്റയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. ആദ്യകാലത്തൊക്കെ XP 2000 ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവിടെ XP 2000 ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ കീബോർഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, എന്ത് ചെയ്യില്ല, മൗസ് വർക്ക് ചെയ്യത്തില്ല. എന്നാൽ വിൻഡോസ് 7 വിസ്റ്റ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ വോയിസുകളും ലേറ്റസ്റ്റ് വോയിസുകളെല്ലാം ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിളാണ്. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പോലെ തന്നെ ആയി. നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. അത് ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന് കൊടുത്തേക്കുക. അതിനുശേഷം ഇവിടെ എന്ത് കൊടുത്തേക്കുക, ഇൻസ്റ്റാൾ എന്ന് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, സാധാരണ ഒരു വോയിസ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പോലെ ടൈം എടുക്കും. ഓക്കെ, ഒരു 10-15 മിനിറ്റ് എന്ത് ചെയ്യും. നല്ല അത്യാവശ്യം കോൺഫിഗറേഷനുള്ള സിസ്റ്റം ആണെങ്കിൽ, നല്ല കപ്പാസിറ്റിയുള്ള സിസ്റ്റം ആണെങ്കിൽ എന്ത് സംഭവിക്കും, വളരെ പെട്ടെന്ന് ഇൻസ്റ്റലേഷൻ ആവും. അതിന് കോൺഫിഗറേഷൻ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടൈം എടുത്തേക്കും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ഐ അക്സെപ്റ്റ് ദ ലൈസൻസ് എന്ന് കൊടുത്തേക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തേക്കുക. ഇവിടെ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് എന്നുള്ളതല്ല, നമുക്ക് എന്താണ് ക്ലീൻ ഇൻസ്റ്റലേഷനാണ്. അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഉള്ള വെർഷൻസ് ഒന്നുകൂടി എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ വിൻഡോസ് 7 വിൻഡോസ് 8 അപ്ഗ്രേഡേഷൻ ചെയ്യുക. വിൻഡോസ് 8 വിൻഡോസ് എന്ത് ചെയ്യുക, 10 അപ്ഗ്രേഡേഷൻ ചെയ്യുക. അപ്പോൾ ഓൾഡർ വോയിസ് ഉണ്ടെങ്കിൽ അതിന് അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഓൾഡർ വോയിസിൻ്റെ എന്ത് ചെയ്യുക, ഫയലൊന്നും നഷ്ടപ്പെടാതെ തന്നെ എന്ത് ചെയ്യുക, അപ്ഗ്രേഡേഷൻ ചെയ്യുക. കസ്റ്റം എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണ് നമ്മൾ എന്ത് കൊടുക്കുക, എന്ത് കസ്റ്റം എന്ന് കൊടുത്തേക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് കസ്റ്റം കൊടുത്തേക്കുക. ഓക്കെ, നമുക്ക് ഡിസ്ക് ഇവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഓക്കെ, 127 നമ്മളോട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, 127 യൂസ് ചെയ്ത് ആകെ 59 GB ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, ഡൈനാമിക് ഡിസ്ക്കാണ്. എന്ത് സംഭവിക്കുക, അത് ആവശ്യമുള്ള സ്പേസ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ എന്നുകൂടി ശ്രദ്ധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡിസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്തേക്കുക. ഓക്കെ, ഇൻസ്റ്റലേഷൻ തുടങ്ങി. ഇത് കോപ്പി വിൻഡോസ് ഫയൽ എന്ന് പറയുന്നത്, എക്സ്പാൻഡിങ് വിൻഡോസ് ഫയൽസ് എന്ന് പറയുന്നത്, ഇൻസ്റ്റാളിങ് ഫീച്ചേഴ്സ്, ദെൻ ഇൻസ്റ്റാളിങ് അപ്ഡേറ്റ്സ്, കംപ്ലീറ്റിംഗ് ഇൻസ്റ്റലേഷൻ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻസ്റ്റലേഷൻ സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റലേഷൻ നടക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റലേഷൻ അപ്പോൾ ഒരു സംഭവം ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അനദർ എന്ത് ചെയ്യാം, വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാം. അങ്ങനെ എത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാം. പക്ഷേ എന്ത് സംഭവിക്കും, അങ്ങനെ ഒരുമിച്ച് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ രണ്ടിൽ കൂടുതൽ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യും, ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ സംഭവിക്കും, നമ്മൾ റാം എന്ത് ചെയ്യും, ഫിസിക്കൽ റാമിൻ്റെ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, സ്പീഡ് കുറയും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, ഒരു VM കഴിഞ്ഞതിന് ശേഷം അടുത്ത VM റൺ ചെയ്യാം. ഓക്കെ, എന്താണ് ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിക്കാം എന്ത് സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്ത് ചെയ്യാം, അത് വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ഇവിടെ റണ്ണിങ് കാണിക്കും. അത് വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് എത്രയും നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാം. ഞാൻ പുതുതായിട്ട് വീണ്ടും ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാൻ പോകണം. എന്ത് ചെയ്യാം, ന്യൂ വെർച്വൽ മെഷീൻ എടുത്തേക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുത്തേക്കുക. ഓക്കെ, വെർച്വൽ മെഷീൻ ഞാൻ നോഡ് 2 എന്ന് കൊടുത്തേക്കുക. നോഡ് 2 എന്ന് കൊടുത്തു. ഓക്കെ, എന്ത് പേരും കൊടുത്തേക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സൈസ്. അപ്പോൾ സ്റ്റോറേജ് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ d:// നമ്മുടെ എന്താണ് VM എന്ത് ചെയ്യുക, 4 കൊടുത്തതിനകത്ത് നമുക്ക് VM5 നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെ ഫോൾഡർ അവിടെ ഡിയിൽ ക്രിയേറ്റ് ചെയ്തോളൂ. ജനറേഷൻ നെക്സ്റ്റ് കൊടുത്തേക്കുക. ജനറേഷൻ 1 സെലക്ട് ചെയ്യുക. ഇതെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് കൊടുത്തേക്കുക. നമുക്ക് 512 MB സ്റ്റാർട്ടർ മെമ്മറി മസ്റ്റായിട്ടും കൊടുത്തേക്കണം. ഇവിടെ എന്താ കൊടുക്കുക, യൂസ് ഡൈനാമിക് മെമ്മറി എന്ന് കൊടുത്തേക്കുക. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റോറേജ് അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുത്തേക്കുക. ഇവിടെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം ബൂട്ടബിൾ എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ ഏത് സെലക്ട് ചെയ്യുക, ഇമേജ് ഫയൽ സെലക്ട് ചെയ്യുക. ഓൾറെഡി സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എന്ത് കൊടുത്തേക്കുക, ഓക്കെ. അതിനുശേഷം എന്ത് വരും, ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ അതിനുശേഷം എന്ത് ഫിനിഷ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഒരു ഓപ്ഷൻസ് വരും. നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഒരു വർക്കിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എന്ത് ഇവിടെ വരുന്നത്, നെക്സ്റ്റ് എന്നുള്ള സംഭവം വരാത്തത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതൊന്ന് ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ, ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ അത് ഓഫ് ചെയ്യുന്ന സംഭവമാണ്. അതിൽ ഷട്ട് ഡൗൺ കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് കൊടുക്കാം കേട്ടോ. ടേൺ ഓഫ് കൊടുക്കാം. ഓക്കെ, ടേൺ ഓഫ് ആയി. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നോഡ് 2 എന്ന് കൊടുത്തു. ഇത് നമുക്ക് സീൽ കൊടുത്തേക്കാം. ഓക്കെ, അതിന് പ്രശ്നമുണ്ട്, നമുക്കൊന്ന് നോക്കാം.
സിയിൽ ഓക്കെ VM6 എന്തെങ്കിലും കൊടുത്തേക്കുക, ഏതെങ്കിലും ഫോട്ടോ കൊടുത്തേക്കുക. നെക്സ്റ്റ് ജനറേഷൻ 1 സെലക്ട് ചെയ്തു. നെക്സ്റ്റ് യൂസ് ഡൈനാമിക് മെമ്മറി ഫോർ ദിസ് വെർഷൻ കൊടുത്തേക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ 127 കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ശരിക്കും അത്ര റാം സ്പേസൊന്നും എടുക്കത്തില്ല. ഡൈനാമിക് മെമ്മറിയാണ് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, വോയിസ് ഇമേജ് കാണിക്കുക. ഓക്കെ, ഓക്കെ, അത് ഒന്നുകൂടി എന്ത് ചെയ്യണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് സംഭവിക്കും, നമ്മൾ ആ ഇമേജ് ഫയൽ ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താ വീണ്ടും കണക്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് റൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റൺ ചെയ്തോട്ടെ. ഓക്കെ, സീഡിൽ നിന്ന് ബൂട്ട് ചെയ്യുന്നുണ്ട്. സീഡിൽ നിന്ന് ബൂട്ട് ചെയ്യണം, എന്ത് ജസ്റ്റ് എൻ്റർ ചെയ്യുക കേട്ടോ. സീഡിൽ നിന്ന് ബൂട്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ എൻ്റർ ചെയ്യുക, അവിടെ നടന്നോട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റലേഷൻ ചെയ്യാം. ന്യൂ, ദെൻ വെർച്വൽ മെഷീൻ. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. നോഡ് 2 എന്നുള്ളത് കൊടുത്തേക്കാം. ഓക്കെ, വെർച്വൽ മെഷീൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുള്ളത് സി തന്നെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മറ്റേ ഡ്രൈവ് തന്നെ കൊടുക്കുക, നോ പ്രോബ്ലംസ്. VM6 എന്ന് കൊടുത്തേക്കുക, അല്ലെങ്കിൽ 7 എന്ന് കൊടുത്തേക്കുക. നെക്സ്റ്റ് കൊടുത്തേക്കുക. ദെൻ ജനറേഷൻ സെലക്ട് ചെയ്യുക. ദെൻ യൂസ് ഡൈനാമിക് മെമ്മറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തേക്കുക. ദെൻ നെക്സ്റ്റ് കൊടുത്തേക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 127 കൊടുക്കാം, നോ പ്രോബ്ലംസ്. ഓക്കെ, ഇവിടെ എന്ത് സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇമേജ് ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓൾറെഡി ഇവിടെ നേരത്തെ സംഭവം ഇവിടെ ഓൾറെഡി ബ്രൗസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ കാണിച്ചു കൊടുത്തേക്കണം. ഓക്കെ, അതാണ് നേരത്തുള്ള പ്രോബ്ലം വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഫിനിഷ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു വോയിസുടെ വർക്കിംഗ് ആണെങ്കിൽ പോലും അടുത്ത വെർച്വൽ മെഷീൻ നമുക്ക് എന്ത് ചെയ്യാൻ റൺ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ വോയിസുകൾ നമുക്ക് മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻ എന്ത് ചെയ്യാം, അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ടും വർക്കിംഗ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, റാമിൻ്റെ യൂട്ടിലൈസേഷൻ കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, സിസ്റ്റം സ്ലോ ആയിരിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണ്, ഫസ്റ്റത്തെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ റണ്ണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോഡ് 1 ഇപ്പോൾ ഓൾറെഡി എന്താണ് കണക്ട് കൊടുത്തേക്കുക. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ടേൺ ഓഫ് ചെയ്തുകൊണ്ട് വീണ്ടും ഈ പ്രോസസ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, VM ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെർച്വൽ മെഷീൻ 1 ഓൾറെഡി വർക്കിംഗ് ആണ്. ഓക്കെ, രണ്ടാമത്തെ വെർച്വൽ മെഷീൻ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, രണ്ടാമത്തെ വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, ഇമേജ് ഫയൽ എന്ത് ചെയ്യണം, ബ്രൗസ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ ഓൾറെഡി അവിടെ സെലക്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, അവിടെ നെക്സ്റ്റ് വരത്തില്ല. അപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് ഇമേജ് ഫയൽ കാണിക്കുകയോ അല്ലെങ്കിൽ CD ROM കാണിക്കുകയോ ചെയ്യണം. എന്നാൽ മാത്രമേ എന്തെങ്കിലും വീണ്ടും നെക്സ്റ്റ് എന്നുള്ള സംഭവം വരുള്ളൂ. ഓക്കെ, അതാണ് നേരത്തെ നമുക്ക് എന്ത് സംഭവിച്ച പ്രോസസ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് സംഭവം, അവിടെ നെക്സ്റ്റ് വരാത്തത് എന്തുകൊണ്ടായിരുന്നു, നമ്മൾ ഇമേജ് ഫയൽ വീണ്ടും കാണിക്കാത്തതുകൊണ്ടായിരുന്നു എന്നുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം എടുക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ 100% ആയിരിക്കും. 100% ഇതെല്ലാം ഫുള്ള് കഴിയണം. ഓക്കെ, കാരണം സിസ്റ്റത്തിൻ്റെ സ്പീഡപ്പിനനുസരിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നത്, ഇതിൻ്റെ വോയിസ് ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. ഓക്കെ, അതിന് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടും വേണമെങ്കിൽ ഒരുമിച്ച് റൺ ചെയ്യാം. രണ്ടും ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ എന്ത് സ്പീഡ് കുറയാം, ഇൻസ്റ്റലേഷൻ്റെ എന്ത് സ്പീഡ് കുറയാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, രണ്ടും ഒരുമിച്ച് റൺ ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ട് എൻ്റെ 4GB RAM ഉണ്ട്, Core i3 പ്രോസസ്സറുകളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. വളരെ എന്ത് ചെയ്യും നമുക്ക് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, സെയിം ഇമേജിൽ നിന്നാണ് രണ്ടും എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അടുത്ത പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ശ്രദ്ധിക്കേണ്ടത്, ഒരു സെയിം ഇമേജിൽ രണ്ടും ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഇമേജിൻ്റെ രണ്ട് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്, നോഡ് 1 നോട്ടും സെയിം തന്നെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും അവിടെ ടൈം എടുക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് നോട്ട് ഇനഫ് മെമ്മറി ഇൻ ദ സിസ്റ്റം സ്റ്റാർട്ട് ദ വെർച്വൽ മെഷീൻ നോട്ട് 2. ഓക്കെ, അതാണ് എറർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓഫ് ചെയ്യാം, ഇത് ഓഫ് ചെയ്യാം. എന്തുകൊണ്ട് നോട്ട് 2 വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്നത്.
നോഡ് 1 നമുക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, മറ്റേന്ത് ചെയ്യാം, റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാനൊന്ന് ഇവിടെ വീഡിയോ എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാം, വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് നേരം പോസ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് OS ഇൻസ്റ്റലേഷൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ OS ഇൻസ്റ്റലേഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ കാണാം റൺ ചെയ്യുന്ന മെഷീൻസ് താഴെ ഉണ്ടായിരിക്കും, ടാസ്ക് പോലെ ഒരു മെഷീൻസ് പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ നെയിം കൊടുക്കാം, എന്ത് നെയിമും കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ കൊടുക്കുന്നത് sys1 എന്ന് കൊടുത്തേക്കാം. അതിനുശേഷം എന്ത് കൊടുത്തേക്കാം, നെക്സ്റ്റ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് കൊടുക്കാം. ഞാൻ പാസ്വേഡ് കൊടുക്കുന്നില്ല, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ OS ആണ് ഇവിടെ പ്രൊഡക്റ്റ് കൊടുത്തേക്കണം. അപ്പോൾ ഒറിജിനൽ ഇല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം, എന്തും കൊടുക്കാം. അതിനുശേഷം ആസ്ക് മീ ലെറ്റർ കൊടുത്തേക്കാം. ഓക്കെ, ഇതൊക്കെ പിന്നീട് നിങ്ങൾ എന്ത് ഇന്ത്യൻ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ OS ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അത് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാം. ഇവിടെ രണ്ടാമത് OS എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ കഴിഞ്ഞ അത് കുറച്ച് നേരത്തെ നോക്കി വന്നത് എന്ത് ചെയ്യും, രണ്ടും ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു, റാമിൻ്റെ യൂട്ടിലൈസേഷൻ കൂടിയതുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും റണ്ണ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടാസ്ക് മാനേജറിൽ എന്ത് ചെയ്യണം, റാമിൻ്റെ യൂട്ടിലൈസേഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ യൂട്ടിലൈസേഷൻ, അതായത് നിങ്ങൾ ഹാർഡ്വെയർ റിസോഴ്സ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ടാസ്ക് മാനേജർ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്ക് 99 കാണിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഇത് വർക്ക് ചെയ്യുമ്പോൾ വൈറസൊക്കെ റൺ ചെയ്യുക കേട്ടോ. ആവശ്യമില്ലാത്ത ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ ഒന്ന് സംഭവിക്കും, വെറുതെ ചുമ്മാ എന്ത് ചെയ്യും, ഡിസ്കും അതിന് മെമ്മറിയൊക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആവശ്യമില്ലാത്ത സർവീസുകൾ റൺ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ നിങ്ങളൊരു പെർഫോമൻസ് എടുക്കുക. പെർഫോമൻസ് എടുക്കുമ്പോൾ നിങ്ങൾ CPU യൂസേജ് ഇവിടെ കാണാം, അതുപോലെ തന്നെ മെമ്മറി യൂസേജ് കാണാം. അപ്പോൾ നേരത്തെ ഞാനിവിടെ രണ്ടും ഒരുമിച്ച് റൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ മെമ്മറി യൂസേജ് 100% ആയി. അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് അടുത്ത മെഷീൻസ് റൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഓക്കെ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, 100% യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 or 3 വെർച്വൽ മെഷീൻ ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. അതിന് പ്രോബ്ലം ഒന്നുമില്ല, അതിനൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ അത് എപ്പോഴും യൂട്ടിൽ ചെയ്യും. ഇപ്പോൾ നമുക്ക് ചെന്നിരിക്കുക എൻ്റേത് 4 GB RAM ഉണ്ട്, യൂസ് ചെയ്യുന്നത് 3.8 GB ആണ് യൂസ് ചെയ്യുന്നത്, മെമ്മറി യൂസേജ് വരുന്നത്. അതുപോലെ തന്നെ 2.5 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെമ്മറി യൂസേജ് അതവിടെ കാണാം. ഇൻ യൂസ് 2.5 അവൈലബിൾ എത്രയാണ് കാണിക്കും. ഓക്കെ, അത് 3.8ൽ 4 GB ഉണ്ടെങ്കിൽ എത്ര കാണിക്കും, 3.8 കാണിക്കുള്ളൂ. അതിനകത്ത് 2.5 GB യൂസ് ചെയ്യുന്നുണ്ട്, 1.3 GB എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, രണ്ടും ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് നമുക്ക് എന്ത് കിട്ടുന്നില്ല, 3.8 സംതിങ് അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, യൂസേജ് വരുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മെഷീൻസ് എന്ത് ചെയ്യാം, റൺ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. നേരെ എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് കണക്ട് എന്ന് കൊടുത്തേക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ VMകൾ അതായത് വെർച്വൽ മെഷീൻ റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോസ്റ്റ് OSൻ്റെ എന്തുകൊണ്ടും ചെക്ക് ചെയ്യണം, പെർഫോമൻസ് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ടാസ്ക് മാനേജർ എടുത്തേക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിൽക്കുക, ഇവിടെ നോക്കുക. ഇപ്പോൾ നോക്കുക, മെമ്മറി യൂസ് 79% ആയി. ഓക്കെ, അതായത് 3. ഇവിടെ കാണാം 2.9 യൂസ് ചെയ്യും. അവൈലബിൾ സൈസ് 823 അതിനൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അത് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഒരു ടൈം ഇതാണ്. ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഇതിലോട്ട് വരും. ഓക്കെ, എന്നൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ റാമിൻ്റെ സംഭവങ്ങളാണ് ഷെയർ ചെയ്ത് പോകുന്നത്, അതുപോലെ തന്നെ CPUവിൻ്റെ സംഭവങ്ങളാണ് ഷെയർ ചെയ്ത് പോകുന്നത്. അതൊന്നും ശ്രദ്ധിക്കണം എന്ന് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പെർഫോമൻസ് ചെക്ക് ചെയ്യണം ഓരോ OS റൺ ചെയ്യുമ്പോഴും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. നേരത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു, രണ്ടും ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മെമ്മറി യൂസേജ് എന്താ ഇൻക്രീസ് ആയി. ഓക്കെ, അതുകൊണ്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അല്ലാതെ ഒരു 8 GB or 16 GB ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും 3-4 OS ഒക്കെ ഒരുമിച്ച് റൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ മെമ്മറി യൂസേജ് കൊണ്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം എന്നുകൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 ട്രബിൾ ഷൂട്ടിംഗ് കൺസെപ്റ്റാണ് കിട്ടിയിരിക്കുന്നത്, 2 ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ ഇതും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ ഇൻസ്റ്റലേഷൻ ആവും. ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു OS നമ്മൾ റൺ ചെയ്തു, വർക്കിംഗ് ആണ്. ഇവിടെ താഴെ കാണിക്കും 2 ഓപ്ഷൻസ് വരും, 2 വെർച്വൽ മെഷീൻസ്. ഇത് ഓൾറെഡി എന്താണ്, വർക്കിംഗ് ആണ്.
വോയിസ് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ട്രബിൾ ഷൂട്ടിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്ന വോയിസ് ഇൻസ്റ്റലേഷൻ ചെയ്തപ്പോൾ എന്തൊക്കെയാണ്, സെയിം ഇമേജ് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, റൺ ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ അവിടെ പ്രോബ്ലം വന്നിരിക്കുന്നത്, നമ്മൾ ഇമേജ് കാണിക്കാത്തൊരു പ്രോബ്ലം വന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം, നിങ്ങൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കട്ടെ. എന്ത് ചെയ്യും, നമുക്ക് അറ്റ് എ ടൈം ഒത്തിരി OS ചെയ്യാം, ഒരു ഇമേജ് ഫയലിനെ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം, അതിനൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല. നേരത്തെ പ്രോബ്ലംസ് വന്നിരിക്കുന്നത് നമുക്ക് അവിടെ നമ്മൾ എന്ത് കാണിച്ചത്, ബ്രൗസ് ചെയ്തിട്ട് ഇമേജ് ഫയൽ കാണിച്ചില്ല എന്നുള്ള പ്രോബ്ലം ആയിരുന്നു. രണ്ടാമത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് എന്തായിരുന്നു, രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെന്ത് ചെയ്യും, രണ്ടും ഒരുമിച്ച് റൺ ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് മെമ്മറി എന്ത് ചെയ്യും, കൂടുതലായിട്ടും യൂട്ടിലൈസ് ചെയ്തു, അതുകൊണ്ടുള്ള പ്രോബ്ലം വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ പ്രോബ്ലമാണ്. ഇപ്പോൾ പ്രശ്നമില്ല, എന്തുകൊണ്ട് ഓൾറെഡി ഒരെണ്ണം വർക്കിംഗ് ആണ്, അടുത്ത എന്താണ് പിന്നീട് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മെമ്മറി യൂസേജ് എന്തെങ്കിലും കൂടാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെക്ക് ചെയ്യണം, മെമ്മറി എത്രത്തോളം ഇവിടെ കൂടിയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യും, ഇവിടെ അത് അതിനനുസരിച്ചുള്ള റാമുകൾ യൂട്ടിലൈസ് ചെയ്യുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് വെർച്വൽ മെഷീൻ കൺസെപ്റ്റുകൾ. ഓക്കെ, എങ്ങനെയാണ് ഹൈപ്പർവിനകത്ത് വെർച്വൽ മെഷീൻ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതും, അതുപോലെ തന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും, ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും കൊടുത്തേക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്നെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. വീണ്ടും വൺസ് അഗെയിൻ സി യു നെക്സ്റ്റ് ടോക്ക്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. താങ്ക് യു.